ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ബിനീഷ് ബാസ്റ്റിന്റെ ഒരു പോസ്റ്റ് ആളുകൾക്ക് ഇടയിലുണ്ടായ തെറ്റിദ്ധാരണ വലുതാണ്. എന്താ രാമേന്ദ്ര പ്രശ്നം? ഇവിടെ മോല് കണ്ടോ? ഇതാ ഹൈലൈറ്റ്. ഫ്ലാഷ് ബാക്ക്. ഞാൻ ഒരുപാട് പേർക്ക് പൈസ കൊടുത്തിട്ടുണ്ട് കടമായിട്ട്. ഈ നമ്മുടെ ഒരു സുഹൃത്തുക്കളായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ കടം മേടിക്കണത്. അതെ അതെ, ഒത്തിരി സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അതുപോലെ ഞാൻ ഒരുപാട് പേരെ കടം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. കടം കൊടുത്തു കഴിഞ്ഞാൽ എത്ര വല്ല സുഹൃത്തുക്കളാണെങ്കിലും നമ്മൾ തെറ്റും. നീ എന്തുവാടാ ഈ പറയുന്ന? കളിക്കല്ലേ, നീ പറഞ്ഞ അവധി നാളെ കഴിയുക. അതെ, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. മനഃപൂർവ്വം തരാതിരിക്കുന്ന ആൾക്കാരുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി സഹായിക്കണേണ്, പിന്നെ നമ്മൾ ശത്രുക്കളാണ് അവരുടെ. സത്യം പറയാമല്ലോ, കാലണ കയ്യിലില്ല. ഈ പത്രാസ് കാണിച്ച് ജീവിച്ചു പോകുന്നേ ഉള്ളൂ. ചിലപ്പോൾ മേടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും നമ്മുടെ അടുത്ത്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയല്ലേ. ഞാനത് കാരണം ഞാൻ ആർക്കും ഇപ്പൊ കടം കൊടുക്കാറില്ല. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. എന്താ സംഭവം? പറ കേക്കട്ടെ. ഈ ബന്ധത്തിന്റെ വില തിരിച്ചറിയുന്ന ഒരു സമയം വരും. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ബിനീഷ് ബാസ്റ്റിന് 1000 പിറന്നാൾ ആശംസകൾ. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തേണ്. എന്താടാ കടം മേടിച്ച കൊടുക്കൂല. ബർത്ത്ഡേ വിഷ് ചെയ്തതിന് വളരെ സന്തോഷം. ഓട്ടോറിക്ഷയുടെ ഇൻഷുറൻസും ടെസ്റ്റും മുടങ്ങിയിട്ട് ഒരുപാട് നാളായി എന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ നിന്ന് വലിയൊരു തുക കടമായി മേടിച്ചു. പറഞ്ഞ ഡേറ്റും കഴിഞ്ഞ് വീണ്ടും 2 മാസം കഴിഞ്ഞ് ചോദിച്ചപ്പോൾ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചോ എന്ന്. എവിടാ ഗോവിന്ദന്റെ കാശ്? ഷട്ടേന്ന് വിടറാ. കാശ് വാങ്ങിച്ചിട്ടുണ്ട് തരും. കടയിൽ വന്ന് ഗുണ്ടായിസം കാണിച്ചാ. പിന്നീട് എന്റെ കല്യാണ ആവശ്യങ്ങൾക്കായി നിരവധി തവണ ഇദ്ദേഹത്തെ വിളിച്ചു. ഞാൻ മടുത്തു. അതിനുശേഷം 90% പൈസ തന്നു. അപ്പൊ എത്ര പറഞ്ഞത്? 365 രൂപ. 365 രൂപ. ഇത് 250 ഉള്ളൂ. എന്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളു മോളെ, ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ സുഹൃത്ത് എന്ന നിലയിൽ സഹായിച്ചതാണ്. ഞാൻ പലിശയ്ക്ക് കൊടുത്ത പൈസയല്ല. ലോട്ടറി അടിച്ചാൽ പോലും കടം മേടിച്ച പൈസ തിരിച്ചു തരാത്ത ആൾക്കാരാണ് നമ്മുടെ ഇടയിലുള്ളത്. ഇനിയും എന്റെ കാശ് തരാനുണ്ട്. ഞാനും അധ്വാനിച്ചു തന്നെയാണ് കാശുണ്ടാക്കുന്നത്. കളിക്കാതെ കാശെടുക്കുന്നുണ്ടോ? ഇനിയുള്ള കാശ് താൻ വായിക്കരിക്ക് കൂട്ടിവെച്ചോ. മച്ചി നുണ പറഞ്ഞ് കാശ് മേടിച്ചതാണ് ഈ സൗഹൃദം സ്റ്റോപ്പ് ചെയ്യാൻ കാരണം. ആദ്യം ബാക്കി തരാനുള്ള പൈസ തന്നിട്ട് പഴയ സൗഹൃദം പുതുക്കാം. പിന്നെ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശും അതിന്റെ പലിശയും ഇന്ന് അന്തിക്ക് മുമ്പ് എന്റെ കാൽ ചോട്ടിക്കൊണ്ട് വെച്ചോണം. ഇല്ല ഇവന്മാർക്കൊരു ചെങ്കോടി വിരിക്കേണ്ടി വരും, നിന്നെ തെക്കോട്ട് പൊതിഞ്ഞെടുക്കാൻ. കൊല്ല് ഇതിലും ഭേദം മരിക്കുന്ന ഈ ജീവിതം എനിക്ക് മതിയായി. ഞാൻ വളരെ പ്രയാസപ്പെട്ടും ബുദ്ധിമുട്ടും സങ്കടം സഹിക്കവയ്യാതെയാണ് ഈ വീഡിയോവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാനതിന് തയ്യാറല്ല. 2 പെൺമക്കളും ഭാര്യയും പിതാവും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയം ഞാനാണ്. എന്റെ ഉപജീവനം ഓട്ടോറിക്ഷയാണ്. ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് കഴിഞ്ഞ 9 വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ കൂടിയാണ്. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ നാഥനാണ് ഞാൻ. ഞാനും ബിനീഷ് ബാസ്റ്റിനും തമ്മിൽ കഴിഞ്ഞ 6-7 വർഷക്കാലമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന സൗഹൃദത്തിലെ ഉപരി എന്റെ ഒരു സഹോദരന, എന്റെ ഒരു അനിയനെ പോലെയാണ് ഞാൻ അദ്ദേഹവുമായി ഇടപെടുകയും പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഞാനൊരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായിട്ട് 6 ലക്ഷം രൂപ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളാണ്. ഇന്ന് ബിനീഷിന്റെ പോസ്റ്റില് ആളുകൾ ഞാൻ ഒരു 10-20 ലക്ഷം രൂപ അദ്ദേഹത്തെ പറ്റിക്കുന്ന തരത്തില് തെറ്റിദ്ധരിക്കുന്ന തരത്തിലാണ് അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹവുമായി 2025 ഓഗസ്റ്റ് 16 എന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു 30,000 രൂപ കടം വാങ്ങിയിട്ടുണ്ടായി. ഇതെന്റെ കടിഞ്ഞൂൽ കൊടുപ്പാണ്, കറക്റ്റായിട്ട് തിരിച്ചു തന്നു. കടം മേടിച്ചാ കൊടുക്കാത്തവർക്ക് നീ ഒരു മാതൃകാ പുരുഷോത്തമനാകണം. 3 മാസത്തെ സാവകാശം നൽകണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹവുമായിട്ട് ഞാൻ കടം വാങ്ങിയിട്ടുള്ളത്. 3 മാസം അവധി എത്തിയപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ പറയാണ്, എനിക്കിന്ന് പൈസ തരാൻ പറ്റൂല, കുറച്ച് സാവകാശം കൂടി തന്നെ, ഞാൻ ഒരു 2-3 മാസം കഴിയുമ്പോ തിരിച്ച് തന്നോളാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.
എന്ന് പറഞ്ഞ് അപ്പൊ ആ ശരി എന്നും പറഞ്ഞ് പുള്ളി കട്ട് ചെയ്ത്. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് 1 മണി ആ വണ്ടി കൊണ്ടൊന്ന് വീട്ടിലിട്ടേക്കാൻ പറഞ്ഞു. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞ സമയത്ത് ഈ 30,000-ൽ 25,000 രൂപ ഞാൻ അദ്ദേഹത്തിന് നൽകി. വാങ്ങിച്ചോ, ആ 1 രൂപയെങ്കിലും കിട്ടുമല്ലോ. ഇനി അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് 5,000 രൂപയാണ്. ഈ 5,000 രൂപക്ക് എന്നെ സമൂഹത്തിൽ മോശക്കാരനായി ചിത്രീകരിക്കുകയും എനിക്കും എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. അത് അദ്ദേഹത്തിന്റെ മാന്യതയും മര്യാദയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിനക്ക് എത്ര തന്തയുണ്ടാ? ബിനീഷ് ബാസ്റ്റിൻ എന്ന പ്രിയപ്പെട്ട സഹോദരനും സുഹൃത്തിനും കൊടുക്കാനുള്ളത് 5,000 രൂപയാണ്. ആ 5,000 രൂപക്കാണ് ആളുകളുടെ മുമ്പിൽ എന്നെ നാണം കിടന്നത്. ഇതൊക്കെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു നാഷണൽ അവാർഡ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്.